ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. രാമിക്കുട്ടീൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി കിടുക്കാച്ചി കിറുമാണ് ബക്കറ്റ് ഷവർമയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് 1 കപ്പ് ആട്ടപ്പൊടി, 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് റവയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. 1 കപ്പ് ഞാനിവിടെ മൊത്തം 2.5 കപ്പ് ആണ് മാവ് എടുത്തിരിക്കുന്നത്, മൈദയും ആട്ടയും റവയും കൂടെ. അതിൻ്റെ അകത്തേക്ക് 1 കപ്പ് വെള്ളം കറക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ എടുക്കാം, ഓയിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഓയിലും എടുക്കാം. ഇങ്ങനെ ഫസ്റ്റിൽ ഇത് ചേർക്കാൻ വേണ്ടി മറന്നതാണ്. ഇങ്ങനെ ഓയിലും കൂടെ ചേർത്തിട്ട് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തിയെടുക്കാം കേട്ടോ. നന്നായിട്ട് കുഴക്കണം. ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പം അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ബോളൊന്ന് ഉരുട്ടിയിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഈ ബോള് പരത്തിയതിന് ശേഷം നമ്മളത് ബക്കറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു എന്തെങ്കിലും ഒരു സാധനം എടുക്കണം. സ്റ്റീലിൻ്റെ ഗ്ലാസ് ആയാലും മതി, അതല്ലെങ്കിൽ ഇതേപോലെ അടി ഇങ്ങനത്തെ ഒരു ഷേപ്പുള്ള ഒരു സ്റ്റീലിൻ്റെയോ എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക. ഞാൻ എൻ്റെ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒന്നും രാമിക്കുട്ടി എവിടെ കൊണ്ടുപോയിട്ടൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ഇടിയപ്പത്തിൻ്റെ അച്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ലേശം എണ്ണ തേച്ചിട്ട് ഈ ഷേപ്പിൽ ഇങ്ങനെ ആക്കി എടുത്തിട്ട് ചൂടുള്ള എണ്ണയിലേക്ക് ഇതേപോലെ ഇട്ട് ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ പതുക്കെ തിരിച്ചു കൊടുത്താൽ അത് എണ്ണയിലേക്ക് അങ്ങ് വീണോളും. വീഴാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ബക്കറ്റ് എണ്ണയിലേക്ക് വീഴും കേട്ടോ. എന്നിട്ട് നമ്മളിത് 2 ഭാഗവും തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ബക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്കുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു 5-6 കഷ്ണം ചിക്കൻ, ഒരു ചെറിയ പീസാണ്, ഒരു 10 എണ്ണം പോലെ ഉണ്ട്. ഇതിനകത്തേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു രീതിയിൽ ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതിനകത്തേക്ക് ലേശം മൈദ മാവ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പറിലിട്ട് അടിച്ചതാണ്. ഞാനിതാ ഈ ഒരു ഷേപ്പിലാണ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്, ഇതേ ഒരു വലിപ്പത്തിൽ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് 2 ചെറിയ ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ക്യാബേജ് പിന്നെ ഞാൻ ചോപ്പ് ചെയ്തതല്ല, ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു ക്യാപ്സിക്കം, അതും ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഫ്രൈ ചെയ്ത ചിക്കൻ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ പച്ചക്കറിയിലൊന്നും ഉപ്പില്ല. ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ 2 പച്ചമുളക് അതും കൂടെ ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ലേശം കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ പോലെ കുരുമുളക് പൊടി. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇതിനകത്തേക്ക് മയോണൈസാണ് ചേർക്കുന്നത്. ഇത് നമ്മളിവിടെ വീട്ടിലുണ്ടാക്കിയ മയോണൈസാണ്, നല്ല തിക്കായിട്ടുള്ള മയോണൈസ് കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഈ ഉപ്പും കുരുമുളക് പൊടിയും മയോണൈസും എല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബക്കറ്റിലേക്ക് ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കാം.
അങ്ങനെ എല്ലാ ബക്കറ്റിലും ഫില്ലിങ് നിറച്ചതിന് ശേഷം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ ഒരു ലേശം മയണൈസും അതേപോലെ ഒരു ഇത്തിരി സോസും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും കഴിക്കാൻ റെഡി ആയിക്കോളൂ. നല്ല അടിപൊളി കാണാനും ലുക്കാണ്, കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. നല്ല അടിപൊളി ബക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.